ഓഫ് ദ ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു പഠനയാത്രയിൽ ഇനി നമുക്കൊരു പുതിയൊരാളെ കൂടെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. ലിനറ്റ് ടീച്ചറാണ്. ലിനറ്റിന് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് സെയിം സെക്സ് അട്രാക്ഷൻസ്, അവരുടെ യൂണിയൻ, അതിനെ എന്തുകൊണ്ട് സഭ ഇത്രയും വിമർശിക്കുന്നു, എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കാണുകയായിരുന്നു. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഇതിനെ എങ്ങനെ, ഇങ്ങനത്തെ സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്, സഭ പറയുന്നത് എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ കാണുന്നത്, അല്ലേ സാർ? യെസ് ടെസ, ഇന്ന് തീർച്ചയായിട്ടും നമ്മളെ സഭ ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് സ്വീകരിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് സഭയ്ക്കുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണെന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് മതബോധന ഗ്രന്ഥം 2358 2359 ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സഭയുടെ ആധികാരിക മതബോധന ഗ്രന്ഥത്തിൽ. അപ്പോൾ അവിടെ 2358 ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്, ആ പാരഗ്രാഫ്. അപ്പോൾ ഇവിടെ സഭ പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സഭ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സഭ ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ അങ്ങ് മാറ്റി നിർത്താനും അവോയ്ഡ് ചെയ്യാനുമുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. സഭയ്ക്ക് ചില കാര്യങ്ങൾ സഭയുടെ ആ രീതിയിൽ തന്നെ, ആ തത്വസംഹിതകളിൽ തന്നെ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട് വിവാഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും ഒക്കെ സഭ നമ്മളോട് പറയുന്നത് അതൊരിക്കലും ഇവരോടുള്ള സ്നേഹ അനുഭവത്തിൽ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റത്തില്ല. പക്ഷെ സഭ കൃത്യമായിട്ട് പറയുന്നത് ഇതൊരു ഡിസോർഡേർഡ് ഓറിയൻറ്റേഷൻ ആണ്. അപ്പോൾ അതുമൂലം ഇവർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്, ഇവർ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് സഭ അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉള്ളത് സഭയ്ക്കറിയാം. അല്ലാതെ ഇതൊരു ഇമാജിനേഷനാണ് ആളുകളുടെ, അല്ലെ അവർ ആക്ട് ചെയ്യുന്നതാണെന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്ട്രഗിള് ഇതായിരിക്കാം എന്ന് സഭ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പക്ഷേ അല്ലേ മറ്റുള്ള ഏത് പ്രോബ്ലത്തിനെക്കാട്ടിൽ ഇത് ഏറ്റവും വലിയ ഒരു സ്ട്രഗിൾ ആകാം എന്ന് സഭ പറയുന്നുണ്ട്. എന്നിട്ട് സഭ വീണ്ടും തുടർന്ന് അവിടെ പറയുന്ന ഇതാണ്, അവരെ നമ്മൾ എല്ലാ തരത്തിലുള്ള സ്നേഹത്തോടും റെസ്പെക്റ്റോടും എല്ലാ തരത്തിലുള്ള സെൻസിറ്റിവിറ്റിയോടും കൂടെ വേണം സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇതൊരു വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് ഇൻഡിവിജ്വലി ഒരുപാട് സെൻസിറ്റിവിറ്റി ഉണ്ട്. ഇവരൊരു വൾണറബിൾ സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു ട്രയൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിളിൻ്റെ കാരണം കൊണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അവരെ ബഹുമാനിച്ച് സ്നേഹത്തോടെ ആദരവോട് വേണം നമ്മൾ ഇവരെ സ്വീകരിക്കേണ്ടതും ഇവരെ അപ്രോച്ച് ചെയ്യേണ്ടതും. അല്ലാതെ ഒരു കുറ്റപ്പെടുത്തലിൻ്റെയോ അല്ലാതെ ഇവരെ ജഡ്ജ് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡിലോ ആയിരിക്കരുത് എന്ന് സഭ വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ വ്യക്തമാണ് ഈ സഭയുടെ പഠനങ്ങൾ. പക്ഷേ ഇത് നമ്മൾ പ്രായോഗിക ലെവലിലേക്ക് വരുമ്പോൾ സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, സഭയിലുള്ള വ്യക്തികളാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ പറയുന്ന ചില ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, സഭയുടെ മൈൻഡും സഭയിലുള്ള ആളുകളുടെ മൈൻഡും തമ്മിൽ ചിലപ്പം പൊരുത്തപ്പെടാതെ പോകും. ദ മൈൻഡ് ഓഫ് ദ ചർച്ച് ആൻഡ് ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ചർച്ച്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണകളും സോഷ്യൽ മീഡിയയിലൂടെ ഇവരെ കുറ്റപ്പെടുത്തുന്നതും ജഡ്ജ് ചെയ്യുന്നതും സഭയിലുള്ള മക്കൾ കുറ്റപ്പെടുത്തുന്നതും ചെയ്യുന്നതുമൊക്കെ അത് സഭയുടെ പഠനമായിട്ട് നമ്മൾ എടുക്കരുത്. പലപ്പോഴും അതുകൊണ്ടാണ് ഇവർക്ക് ഒരു പക്ഷേ സഭയോട് തന്നെ ഒരു എതിർപ്പ് വരുന്നത്. അങ്ങനെ ഒരുപാട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഒരു 100 പേരാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ഒരു 1000 പേരെ അതിൽ കൂടുതലായാൽ
നമുക്കത് ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെയാണ് എന്നൊരു കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ നമുക്ക് വലിയ ഉപകാരമാകുന്നത്. ഈ ജെൻഡർ ഐഡിയോളജിയെ മൊത്തമായിട്ട് നമ്മൾ തുറന്നു വെച്ച് അതിൻ്റെ സത്യം നമ്മൾ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഈ എപ്പിസോഡുകളെല്ലാം ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും തെറ്റിദ്ധാരണയ്ക്ക് വഴിയുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പം ഇവരെ എന്നിട്ട് വീണ്ടും സഭ പറയുന്നത്, അതായത് ഇവരെ അവരുടെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അവർ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നു, ഒരു വളരെ സ്ട്രോങ് അട്രാക്ഷൻ വരുന്നു, അതിനനുസരിച്ച് പോയി ഞാൻ ആക്ട് ചെയ്യാനോ ആ ഒരു ആക്ഷനിൽ അല്ലെങ്കിൽ ആ ചിന്തയിൽ ഇൻഡൽ ചെയ്ത് ജീവിക്കാനും ഉള്ളവരല്ല. അതിലുപരി ദൈവത്തിൻ്റെ ഹിതം എന്താണ് ഇതിൽ. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളാണേൽ സഭ പറയുന്നത് അവർ വഹിക്കുന്ന ഈ കുരിശ് യേശുവിൻ്റെ കാൽവരിയിലെ കുരിശോട് ചേർത്തു വെച്ച് അവർക്ക് വഹിക്കാനുള്ള ശക്തിയും കൃപയും അപ്പോൾ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഈശോയുടെ കുരിശിനോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയോട് കൂടി വഹിക്കാനാണ് സഭ നമ്മളെ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി വാദിക്കുന്നത്. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം, അതിപ്പം നമ്മൾ ഏതൊരു രോഗത്തിൻ്റെ കാര്യം, നമ്മളിപ്പോൾ ഒരു രോഗം വന്നു, നമ്മുടെ കൺട്രോളിലല്ല. ഞാനിത് രോഗമായിട്ട് കരുതുന്നത് കൊണ്ടല്ല, എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ആ രോഗാവസ്ഥ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. നമുക്ക് ജീവിതത്തെയും സമൂഹത്തെയും കുടുംബാംഗങ്ങളെയും ദൈവത്തെയും ലോകത്തെയും ലോകത്തിലുള്ള എല്ലാ ആശുപത്രികളെയും ഒക്കെ ശപിച്ചുകൊണ്ട് പഴിച്ചുകൊണ്ട് നമ്മുടെ രോഗാവസ്ഥ നമുക്ക് ദുഃഖത്തിലും ദുരിതത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ എത്ര വലിയ രോഗമാണെങ്കിലും ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, നിനക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്നുള്ള മനോഭാവത്തിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ ആ വേദനകളെ ഈശോയുടെ കുരിശിനോടുകൂടി ചേർത്ത് വെച്ച് ഈശോയുടെ ശക്തിയിൽ അത് വഹിക്കാൻ തുടങ്ങുമ്പോൾ എത്ര വലിയ രോഗങ്ങളും അത് അവർക്ക് വളരെ ഈസി ആയിട്ട് ഈശോയോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റും. സെയിം തിങ്, ഇവരുടെ ഒരു വലിയ സ്ട്രഗിളാണ് ജീവിതത്തിൽ. അപ്പോൾ ഇതാണ് സഭ പറയുന്നത്, ഈശോയുമായിട്ട് ഒന്നായി കൂദാശകളുടെ ഒരു ജീവിതം. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് കൂദാശയിലൂടെ ഇവർക്ക് കിട്ടേണ്ടതായ ഒരുപാട് കൃപകളും ഹീലിങ്ങും, ഇത് നമുക്കറിയത്തില്ല. ഇതിൻ്റെ സൈക്കോളജിക്കൽ ജെനസിസ് നമുക്കറിയത്തില്ല, അവർക്കും അറിയത്തില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തൊക്കെയോ മുറിവുകളോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ചെറുപ്പം മുതൽ ഈ ഒരു ടെൻഡൻസിയിൽ അവർ വളർന്നത്. അപ്പം നമുക്കവിടെ ഹീലിങ്, ഈ കൂദാശകളിലൂടെ ഹീലിങ് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ഒരു ജീവിത ശൈലിക്ക് വേണ്ടിയിട്ടാണ് സഭ ഇവരെ വിളിക്കുന്നത്. സാർ, പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെയല്ലേ ഈ ഒരു കൗദാശിക ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ ക്രിസ്തുവിലേക്ക് അവരെ നയിക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പാടല്ലേ? നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഭാരം ലഘൂകരിക്കാൻ. അപ്പോൾ അവർക്കത് അറിയത്തില്ല. ഇപ്പം നമ്മൾ അവരെ ഓപ്പണായിട്ട് ചെന്നിട്ട് നമുക്കവരെ നിങ്ങൾ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിലല്ല, ക്രിസ്തുവിൻ്റെ ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മളുടെ അപ്രോച്ച് കാണുമ്പോൾ തന്നെ, ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ, മദർ തെരേസ ചെന്ന് ക്രിസ്തു ഏകരക്ഷകനാണ്, നീ മാമുദിസ സ്വീകരിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോയി, ഇതൊന്നും അല്ല പറഞ്ഞത്. അവരുടെ അവസ്ഥയിൽ അവരോടൊപ്പമായിരുന്നു കൊണ്ട് അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നാച്ചുറലി ക്രിസ്ത്യാനി അല്ലാത്തവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും? മനസ്സിലായില്ലേ? സഭയുടെ പല സ്ഥാപനങ്ങളും, സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൗൺസിലിങ്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ തൊഴിലവസരങ്ങളൊക്കെ കൊടുക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ പോലും ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു നല്ല പ്രതീക്ഷയുടെ തുടക്കമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതാണ് ശരിക്കും സഭ ആഗ്രഹിക്കുന്നതും അതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്,
ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. അതൊരു തെറ്റായ നമ്മുടെ ഒരു ചിന്താഗതിയാണ്. നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്ക് ഇത് അനുഭവിക്കാനോ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ എങ്കിൽ നമ്മൾ അവരോട് ചെന്നിട്ട് സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് ആ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈശോയെ അവർക്ക് കൊടുക്കാൻ പറ്റുക. അവർ ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും ആ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ആതുരാലയങ്ങളിലും നമ്മുടെ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ നമ്മൾ ക്രിസ്ത്യൻസിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കത്തില്ല. നമ്മൾ എല്ലാവരും, കാരണം എല്ലാവരും നമ്മുടെ സഹോദരീ സഹോദരങ്ങളാണ്. അതിനകത്ത് ഒരു പോയിന്റിൽ മാത്രം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ കൗദാശികപരമായ ഹീലിംഗ്. അത് നമ്മൾ പിന്നെ സഭ അത് കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനി ആണെങ്കിൽ എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അത് മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്ത്യാനി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് വിടാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അപ്പോൾ അതാണ് അത് നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇതിൽ ഇൻഡൽജ് ചെയ്ത് ഇതിൽ മുങ്ങിക്കുളിച്ച് കിടക്കുക അല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളല്ലാത്തവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ചിന്തിക്കും, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. കാരണം ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സഹായിക്കാൻ സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത ഒരു ദൈവം, നമുക്കൊരു പേഴ്സണൽ ദൈവമുണ്ട്, നമ്മളോടൊപ്പം വേദനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അതൊരു വലിയ മാറ്റം അവർക്ക് വരുന്നത്. അല്ലാതെ ഇത് അങ്ങ് ആകാശങ്ങളിൽ അകലെ ഇരിക്കുന്ന എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ വിളിച്ചുണർത്തി നമ്മൾ കാര്യം പറയുന്നതല്ല. നമ്മളോട് കൂടെ നമ്മുടെ ഉള്ളിലും നമ്മുടെ ജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്ന, പക്ഷേ നമുക്ക് കൂദാശകളിലൂടെ അത് വളരെ സജീവമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്കത് പറ്റുന്നില്ല. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതായത് സഭ പറയുന്നത് ഗ്രാജ്വലി അവരാ ദൈവത്തിൻ്റെ ശക്തിയാൽ അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷേ നമ്മൾ എഗെയിൻ ഒരു ഓവർനൈറ്റ് പ്രോസസ്സ് കൊണ്ട് ഒരു പക്ഷേ സാധിച്ചു എന്ന് വരികയില്ല. അപ്പം നമ്മൾ അവർക്ക് റോങ് ഹോപ്പ് കൊടുക്കുകയല്ല, അവരോട് സത്യം പറയുകയാണ്. അപ്പം ഇത് നിങ്ങളിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ്ലി ഡിസോർഡേർഡ് ട്രെൻഡാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. മുന്നോട്ട് പോകേണ്ടത് നേരെ പുറകോട്ട് വരുന്നത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അത് ആണ് നമ്മൾ സഭ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് അവരോട് പറയുന്നത്. പിന്നെ നമ്മൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പം പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്, നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന്, പക്ഷേ അവർ ചെയ്യുന്നത്, അത് സഭ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഇതാണ്, ഡിസിൻട്രസ്റ്റഡ് ഫ്രണ്ട്ഷിപ്പിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നടത്തുന്നത് അവരിൽ ഒരാളായി തീരാനോ അവർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാനോ അല്ല, അവരുടെ ഐഡിയോളജി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനല്ല. ഡിസിൻട്രസ്റ്റഡ് ഫ്രണ്ട്ഷിപ്പിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ. ഒന്നും വേണ്ട, നമ്മൾ ക്രിസ്ത്യാനികൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന എത്രയോ വലിയ കൃപയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമുക്ക് അവരുമായിട്ടൊരു ഇൻ്ററാക്ഷനും പോലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ, ഇപ്പം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെയുള്ള ടെൻഡൻസിയുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ പ്രായോഗികമായിട്ട് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ ജപമാലയിൽ നിങ്ങൾ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ തുടങ്ങും. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലാതെ നമുക്ക് മാറി നിന്ന് കയ്യും കെട്ടി നിന്നുകൊണ്ട് കുറ്റം പറയാൻ എളുപ്പമാണ്. ഇറ്റ് ഈസ് ഈസി. അതിർത്തി വരമ്പ് കെട്ടി അവരെ മാറ്റി നിർത്താനുള്ളതല്ല. അതിന് പകരം സ്നേഹത്തിൻ്റെതായ ഒരു നല്ല ബ്രിഡ്ജ്, ഒരു പാലം പണിഞ്ഞുകൊണ്ട് ഈശോയുടെ സ്നേഹം അവരിലേക്ക് കൊടുക്കാൻ. ഇപ്പം സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് സഭ ചെയ്തില്ലെന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇനിഷ്യേറ്റീവ് നമ്മളാണ് എടുക്കേണ്ടത്. ഇത് വെറും അച്ഛന്മാരുടെയോ സിസ്റ്റേഴ്സിൻ്റെയോ മാത്രം ഉള്ള ഒരു
കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ നിർബന്ധമായിട്ടും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണിത്. അത് നമുക്ക് ലോകം മുഴുവനുമുള്ള ആളുകളെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് എത്രയോ ആളുകളെ നമുക്കറിയാം. ഈ ടെൻഡൻസി ഉള്ളവരുണ്ട്, ഈ പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവരുണ്ട്. നമ്മൾ ജോലി സ്ഥലത്താകാം, നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലാകാം. അവരെ ഇൻഡിവിജ്വലി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ അവരുമായിട്ടൊരു കോൺവേഴ്സ്, അവർ പറയുന്നത് കേൾക്കാൻ തുടങ്ങും. നമ്മളല്ലാതെ ആദ്യമേ അങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് പ്രസംഗം കൊടുക്കുകയല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അത് ശരിയല്ല, അത് ഇമ്മോറലാണ്, അത് പാപമാണ്, നിങ്ങൾ നശിച്ചു പോകും, മറ്റുള്ളവരും നശിക്കും, ഇങ്ങനെയുള്ളതിന് പകരം ജസ്റ്റ് ലിസൺ ടു ദം. അതാ പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്. അവരെ കേൾക്കണം. നമ്മളാദ്യം അവരോടൊപ്പമായിരുന്നു അവരെ കേൾക്കണം. അവരിങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇങ്ങോട്ട് വാ, എന്നോട് സംസാരിച്ചോ എന്ന് പറഞ്ഞിരിക്കുകയല്ല. പോപ്പ് ഫ്രാൻസിസിന്റെ ആറ്റിറ്റ്യൂഡ് അതാണ്. അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസിനെ പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ ലിനറ്റ് അത് പറഞ്ഞു വെച്ചിരുന്നു. പാപ്പയുടെ വാക്കുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അത് സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയയുടെ റിയാക്ഷനും ആക്രമണവും, പ്രത്യേകിച്ച് സഭയ്ക്കെതിരെ. അവരതിനെ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. സഭയ്ക്കെതിരെയുള്ള വലിയൊരു ആയുധമായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് അത് കൂടുതലും നടക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുന്ന വലിയൊരു ഖണ്ഡികയിൽ നിന്ന് തന്നെ ഒരു കുറച്ച് പോർഷൻ എടുത്ത് ഡബിൾ കോഡ്സിലാക്കിയിട്ടാണ് അത് കൃത്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഇതിന്റെ പേരിൽ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ആ അതിപ്രസരം കൊണ്ട്, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ എല്ലാം നടക്കുന്നത്. പക്ഷെ എനിക്കൊന്നു ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാള്, ക്രിസ്തുവിനോട് ഇങ്ങനെ കൈ പിടിച്ച് നിന്ന് വർത്താനം പറയുന്ന ഒരാളായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, കൂടുതൽ പഠനങ്ങൾ നടത്തി കഴിയുമ്പോൾ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുന്ന ഓരോന്നും കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ വിഷയങ്ങളിൽ സഭയ്ക്കൊരു തുറന്ന നിലപാടൊക്കെ ഉണ്ടാകാൻ കാരണം ഒരുപക്ഷെ പാപ്പയുടെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഈ ഒരു സമീപനം കൊണ്ട് തന്നെ ആവാം. അല്ല, നമ്മുടെ സമീപനത്തിലാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഫ്രാൻസിസ് എപ്പോഴും സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അല്ല, നിയമങ്ങൾ മാറ്റാൻ പറ്റത്തില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു ഇൻ്റർവ്യൂവിൽ മാർപ്പാപ്പയുടെ ഈ യാത്രകൾക്കിടയിലുള്ള ഇൻ്റർവ്യൂവിൽ, അല്ലെ പ്ലെയിനിൽ വെച്ചുള്ള ഇൻ്റർവ്യൂ, ഇതിലൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഈ പത്രപ്രവർത്തകർ ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ വളരെ എല്ലാവരും പ്രതീക്ഷിച്ചു. കാരണം ഞാൻ ഓർക്കുന്നു ഇപ്പോൾ ആ ന്യൂസ്, പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു ഫ്രണ്ട് ഹോമോസെക്ഷൽ ആളായിരുന്നു. അപ്പം മാർപ്പാപ്പ ആ വ്യക്തി പോയ വഴിയിൽ എവിടെയോ ആ വ്യക്തിയെ കണ്ടു, ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ ലോകത്തിന് മാർപ്പാപ്പ എന്തിനാ അവൻ ഈ പാപത്തിൽ ജീവിക്കുന്ന അവനുമായിട്ട് സംസാരിച്ചത്? അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ഇവരിങ്ങനെ ഓരോ സ്റ്റോറികൾ ഉണ്ടാക്കുകയാണ്. ഉടനെ നിയമം മാറ്റാൻ പോകുന്നു, സെയിം സെക്സ് മാരേജ് ഒക്കെ സഭ ലീഗലൈസ് ചെയ്യും. ഒരിക്കലും ഇങ്ങനെ പത്രപ്രവർത്തകരെ മാർപ്പാപ്പയോട് ചോദിച്ചു, മാർപ്പാപ്പ ഈ സെയിം സെക്സ് മാരേജ് കത്തോലിക്ക സഭ അംഗീകരിക്കുക? കാരണം ലോകം, അമേരിക്കയും മറ്റു രാജ്യങ്ങളും എല്ലാം അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മാർപ്പാപ്പ ഒറ്റ ഉത്തരമാണ് അതിന് പറഞ്ഞത്. മാർപ്പാപ്പ പറഞ്ഞു, ഐ ആം നോട്ട് ഇൻ ദ പ്ലേസ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല, ഞാനോ കത്തോലിക്ക സഭയോ അല്ല വിവാഹം സ്ഥാപിച്ചത്. വിവാഹം സ്ഥാപിച്ചത് ദൈവമാണ്. ആ ദൈവം വിവാഹം സ്ഥാപിച്ചത് ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം തന്നെയാണ് വിവാഹത്തെ ആശീർവദിച്ചത്. ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ വിവാഹത്തെ മാറ്റിമറിക്കാൻ ഞാൻ ആരുമല്ല. അതോടുകൂടി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ അവസാനിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ പിന്നിലുള്ളത് ഈ സഭയുടെ പഠനങ്ങളാണ്. അതിൻ്റെ പിന്നിൽ ഉള്ളത് അദ്ദേഹത്തിൻ്റെ നേച്ചർ അങ്ങനെയാണ്. അതിനേക്കാൾ ഉപരി സഭയുടെ പഠനം അതാണ്. അതായത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. അവരെ കുറ്റക്കാരായിട്ട് മാറ്റി നിർത്തുമ്പോൾ അത് അൺക്രിസ്ത്യൻ ആണെന്നുള്ളത് നമ്മൾ ബൈബിളിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വളരെ വ്യക്തമാണ്. അപ്പം നമ്മൾ ഈ സഭയുടെ ഏത് തരത്തിലുള്ള പഠനങ്ങളിലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഇതാണ്, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇനി വേറൊരു കാര്യം കൂടെ സഭ ഇതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്, ദേ ആർ കോൾഡ് ടു ചാസ്റ്റിറ്റി. 2359 ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
ഇവര് ചാസ്റ്റിറ്റിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അതാരും ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ നോൺ ക്രിസ്ത്യൻ ആകട്ടെ, ചാസ്റ്റിറ്റി അതൊരു വെർച്യു ആണ്. സഭ വളരെ കൃത്യമായിട്ട് ഇവരോട് പറയുന്നത്, നമ്മൾ ഇങ്ങനെയൊരു സ്ട്രോങ് ടെൻഡൻസി വരുമ്പോൾ അതിൽ ഇൻഡൽജ് ചെയ്യുകയല്ല വേണ്ടത്, നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യുക. അതാണ് ചാസ്റ്റിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ചാസ്റ്റിറ്റി എന്ന് പറയുന്നത് അത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതുപോലെ തന്നെ മതബോധന ഗ്രന്ഥം ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതൊരു ടോട്ടൽ ഇൻറ്റിഗ്രിറ്റിയാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ. അല്ലാതെ നമ്മളൊരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം ചാസ്റ്റിറ്റി അതിൻ്റെ കംപ്ലീറ്റ് ഫോമിൽ വരുന്നില്ല. അപ്പോൾ ചാസ്റ്റിറ്റി എന്ന് പറയുന്നത് അതൊരു പുണ്യമാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ഇതെല്ലാം ടോട്ടലി ഒരു ഇൻറ്റിഗ്രേറ്റഡ് ലെവലിൽ നമ്മൾ നിൽക്കണം. അല്ലാതെ ഞാൻ മോശമായിട്ടുള്ളത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാനൊരു ആക്ഷനെ ഞാൻ അബ്സ്റ്റെയിൻ ചെയ്തതുകൊണ്ട് ഒരിക്കലും അത് ചാസ്റ്റിറ്റിയുടെ ക്വാളിറ്റിയിൽ വരുന്നില്ല, അതൊരു പുണ്യമാകുന്നില്ല. അതൊരു ആബ്സ്റ്റിനേഷൻ, നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്ത് വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോഴിവിടെ ഈ ചാസ്റ്റിറ്റി അവരപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അതിൽ ഇൻഡൽജ് ചെയ്യാനുള്ള പ്രേരണയെ ദൈവത്തിൻ്റെ ശക്തിയിൽ അത് ചെറുത്ത് നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും എല്ലാം ഒരേ ലെവലിൽ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ചാസ്റ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ചാസ്റ്റിറ്റിക്ക് ഓപ്പോസിറ്റാണ്, അത് ഈ ഇൻറ്റിഗ്രേഷൻ ഓപ്പോസിറ്റാണ് ഡിസിൻറ്റിഗ്രേഷൻ. ഈ ഡിസിൻറ്റിഗ്രേഷൻ വരുമ്പോഴാണ് നമ്മൾ ആകെപ്പാടെ ഈ മരണസംസ്കാരം എന്ന് പറയുന്നത് എല്ലാം തകർന്ന് അടിയുന്ന ഒരു അവസ്ഥ. അപ്പം നമ്മൾ ചാസ്റ്റിറ്റിയിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ ചാസ്റ്റിറ്റിക്ക് ദൈവത്തിന് സമർപ്പിച്ച് അതിൽ ഇൻഡൽജ് ചെയ്യാതെ അതിനെ നമ്മൾ ചെറുത്ത് നിൽക്കാൻ അതിന് സാക്രിഫൈസ് ആവശ്യമാണ്, സെൽഫ് മാസ്റ്ററി ആവശ്യമാണ്. ഇതാ സഭ പറയുന്നത്. അത് പെയിൻഫുള്ളാണ്. നമുക്ക് ഇൻഡൽജ് ചെയ്യാൻ അങ്ങേയറ്റം ആ ഒരു പ്രഷർ കിട്ടുമ്പോൾ അതിൽ നിന്നും നമ്മൾ സെൽഫ് മാസ്റ്ററിയിലൂടെ അതിനെ ഓവർകം ചെയ്യുന്നത് അത് പെയിൻഫുള്ളാണ്. അതത്ര ഈസി കാര്യമല്ല. ഇതെല്ലാം സഭ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ജീവിത ശൈലിയും അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അമോരിസ് ലെത്തീഷ്യയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന 3 കാര്യങ്ങൾ. ആദ്യം പറയുന്നത് ഈ സെയിം സെക്സ് മാരേജ് എന്നുള്ളത് ഒരിക്കലും നമ്മുടെ സാക്രമെൻ്റൽ മാരേജുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനോ അതിനെ കമ്പയർ ചെയ്യാനോ പാടില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് ഏത് തരത്തിലുള്ള അൺജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇവർക്കെതിരെയുള്ളത് വി ഷുഡ് സ്റ്റോപ്പ്. സഭയുടെ തലത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള അൺജസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഉണ്ടാകരുത്. അതിൻ്റെ അർത്ഥം ഇവർ പറയുന്നതെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കുക, ഇവരുടെ ഐഡിയോളജി നമ്മൾ യെസ് വെക്കുക എന്നുള്ളതല്ല. നമ്മൾ ജെൻഡർ ഐഡിയോളജിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണ് പറഞ്ഞത്? സേ നോ ടു ദ ഐഡിയോളജി ആൻഡ് സേ യെസ് ടു ദ ഡയലോഗ് ആൻഡ് ഓപ്പൺനെസ്. അത് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ഒരു തരത്തിലുള്ള അൺജസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇവർക്കെതിരെ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തേത് അദ്ദേഹം പറയുന്നത് പാസ്റ്ററൽ കെയർ ആൻഡ് പാസ്റ്ററൽ അപ്രോച്ച്. അപ്പോൾ അതിലാണ് ലിനറ്റ് പറഞ്ഞ ഇതുപോലെയുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അവരുടെ റീഹാബിലിറ്റേഷൻ, അവരുടെ കൗൺസിലിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സാരാംശമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനത്തിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഞാൻ സാറിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സെയിം സെക്സ് അട്രാക്ഷനോ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്ജെൻഡറിസം അല്ലെങ്കിൽ ജെൻഡർ ഐഡിയോളജിയുടെ ഏതെങ്കിലും തിക്തഫലങ്ങൾ ഒക്കെയായിട്ട് ദുഃഖിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ,
ഒരുപക്ഷെ അവർ ക്രിസ്ത്യാനികളാകാം, ഏത് മതവിഭാഗത്തിലുള്ള ആളുകളാണെങ്കിലും ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ജീവിതം ബലിയായി അർപ്പിച്ചത് എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ജാതി വ്യത്യാസമോ മുഖഭാവമോ ഒന്നുമില്ല. നമ്മൾ ഏത് തിന്മയുടെ അവസ്ഥയിലാണെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, നമ്മളെ അതിൽ നിന്ന് വിമുക്തരാക്കാനായിട്ട്. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട്, നിങ്ങളൊരു പക്ഷേ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല എങ്കിൽ പോലും സാരമില്ല, ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് പറയുവാൻ സാധിച്ചാൽ ആ നിമിഷം തന്നെ നമ്മളോടൊപ്പമായിരിക്കുന്ന യേശു തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കും. നിങ്ങളെ എല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് നമ്മളെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുവാനും ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനും സന്നദ്ധയായി പരിശുദ്ധ അമ്മയും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ഈ അമ്മയുടെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇത്തരം സെയിം സെക്സ് യൂണിയനെ പറ്റിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ഊന്നി സഭ പറയുന്നൊരു കാര്യമുണ്ട്: കരുതലിൻ്റെ കരങ്ങൾ അവരുടെ മുൻപിലേക്ക് നീട്ടിക്കൊടുക്കുക. അവിടെയും ഇൻവേർട്ടഡ് കോട്സിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സഭ പറയുന്നു. ഒരിക്കലും ഇതിനെ വിവാഹത്തോട് തുലനം ചെയ്യരുത്. അതുപോലെ തന്നെ ഡിസ്ഇൻട്രസ്റ്റഡ് ഫ്രണ്ട്ഷിപ്സ്, അതും സഭ കൃത്യമായി തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൈനീട്ടാം, കൈപിടിച്ച് ക്രിസ്തുവിലേക്ക് വഴി നടത്താം. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തിയോളജി ഓഫ് ബോഡി എന്ന ഈ എപ്പിസോഡ് ഒത്തിരി അധികം കണ്ണു തുറക്കാൻ, പുതിയ സത്യങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. info@tobforlife.org